സെക്കൻഡ് പാർട്ട് നമ്മുടെ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന ലെസന്റെ രണ്ടാം ഭാഗം. അപ്പോൾ ഇതിൽ ചെക്ക് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. The morning papers arrived late in the day and weekly magazines would come one day late. The cause means reason. And the transportation system was very slow there, right? So you can write transportation system was low. And the grandmother Kristaka never went to school. Effect. Okay, you have to write the effect. She couldn't read, she couldn't write, etc. You can write it, right? And the next one, effect. She was deeply interested in the story and discussed it with her friends. So the cause that you can write it. Okay, we don't want to discuss more about it. The narrator went to a wedding for a week. Cause and effect. What happened? So unfortunately the grandmother നോവൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുഴുവനായിട്ട് എൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി അല്ലേ. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് കണ്ടിന്യൂ. എൻ്റെ മറ്റു ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. Do you think the narrator expected to see her grandmother in tears when she returned to the village? If yes, why? If no, why not? Okay, so we'll just check it out, the second part. I couldn't understand why my 62 years old grandmother was telling me, a 12-year-old, the story of her life in the middle of the night. So അന്ന് രാത്രി നിങ്ങൾക്കറിയാം ടെറസിന് മുകളിൽ വെച്ചിട്ട് കഥ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഒരു 12 വയസ്സ് പ്രായമുള്ള എന്നോട് ഒരു 62 വയസ്സുള്ള ഗ്രാൻഡ് മദർ തൻ്റെ പഴയ കഥ പറയാനുള്ള കാരണം? ബട്ട് ഐ ന്യൂ I loved her immensely and there had to be some reason why she was talking to me. So എനിക്ക് എൻ്റെ മുത്തശ്ശിയെ ഗ്രാൻഡ് മദറിനെ എനിക്ക് ഒരുപാട് ഇമ്മൻസ്ലി എക്സ്ട്രീംലി ഭയങ്കര അതിയായ ഇഷ്ടമാണ്. അതുകൊണ്ട് ആൻഡ് ദർ ഹാഡ് ടു ബി സം റീസൺ വൈ ഷീ വാസ് ടോക്കിംഗ് ടു മീ. അതുകൊണ്ടാണ് അവർ ഈ ഒരു കാര്യം എന്നോട് വളരെ ഇമ്മൻസീവായിട്ട് വളരെ സംസാരിച്ചത്. I looked at her face. It was unhappy and her eyes were filled with tears. And she was a good-looking lady who was usually always smiling. അപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി. കാരണം അവർ എപ്പോഴും സന്തോഷകരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുള്ള ഒരു ലേഡിയാണ്. പക്ഷെ എന്ത് പറ്റി? Even today, I cannot forget the worried expression on her face. I leaned forward and held her hands. ഞാൻ കുറച്ചടുത്തേക്ക് വന്നിട്ട് ലീൻഡ് ഫോർവേഡ് അങ്ങനെ കുറച്ചടുത്തേക്ക് വന്നു, എന്നിട്ട് കൈ പിടിച്ചു. അവ, don't cry. What's the matter? Can I help you in any way? അവ എന്നാണല്ലോ വിളിക്കുന്നത്, കരയരുത്. എന്ത് സഹായമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? Yes, I need your help. When you were away, Karmavira came as usual. I opened the magazine. I saw the picture that accompanies the story of Kashi Yatra, and I couldn't understand anything that was written. Yes, എനിക്ക് നിന്റെ സഹായം വേണം. അറിയാം, നമ്മുടെ ഓദർ സുധാമൂർത്തി ഒരു കല്യാണത്തിന് പോയി ഒരാഴ്ച കഴിഞ്ഞ് വന്ന ആ സമയത്താണ് നമ്മുടെ കർമ്മവീരയുടെ മാഗസിൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിലെ കാശിയാത്രയുടെ എപ്പിസോഡ് സീരിയൽ വായിക്കാൻ നോക്കി, ഒന്നും വായിക്കാൻ പറ്റിയില്ല, ചിത്രങ്ങൾ മാത്രം നോക്കിയിരുന്നു. സോ ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ദാറ്റ് വാസ് റിട്ടൺ എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കൊന്നും വായിക്കാൻ പറ്റിയില്ല. മെനി ടൈംസ് ഐ റബ്ഡ് മൈ ഹാൻഡ്സ് ഓവർ ദ പേജസ് വിഷിംഗ് ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് റിട്ടൺ. ഒരുപാട് തൻ്റെ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി എനിക്കിത് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. ബട്ട് ഐ ന്യൂ ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. ഇഫ് ഓൺലി ഐ വാസ് എഡ്യൂക്കേറ്റഡ് എനഫ്, then only എനിക്ക് പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ അത് പറ്റൂ എന്ന് അവർക്ക് മനസ്സിലായി. I waited eagerly for your return. Okay, and ഞാൻ നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. I felt you would come early and read for me. ഞാൻ വിചാരിച്ചു നീ നേരത്തെ വന്ന് എന്നെ എനിക്കിത് വായിച്ചു തരുമെന്നുള്ളത്. I even thought of going to the village and asking you to read for me.
I could have asked somebody in the village, but I was too embarrassed to do so. So ഞാൻ പിന്നീട് ചില സമയത്ത് ഞാൻ ചിന്തിച്ചു, എൻ്റെ വില്ലേജിൽ ആരോടെങ്കിലും ഒന്ന് വായിച്ചു തരാൻ പറഞ്ഞാലോ എന്ന്. പക്ഷെ I was too embarrassed. ഓക്കെ, എംബാരസ്ഡ് എന്നതിനർത്ഥം എന്താണ്? എംബാരസ്ഡ്. ഇത് ഒരു ഉച്ചാരണത്തിന്റെ ഇതും കൂടിയാണ്. ഞാൻ ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ നമ്മൾ സാധാരണ എംബാരസ്ഡ് എന്നുള്ളതിന്റെ സാധനത്തിന് പല ആളുകളും വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. എംബരാസ്ഡ് എന്നൊക്കെ പറയാം. എംബാരസ്ഡ് എന്ന് പറയുന്നത് എംബാരസ്ഡ്. ഓക്കെ, സോ ഭയങ്കര ഒരു ലജ്ജ, ഒരു നാണം, അതാണ് എംബാരസ്ഡിന്റെ അർത്ഥം. കാരണം മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നമുക്കൊരു നാണം, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ എന്നുള്ളത് അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഐ ഫെൽറ്റ് വെരി ഡിപ്പെൻഡന്റ് ആൻഡ് ഹെൽപ്ലെസ്. ഞാൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് എല്ലാവരെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഹെൽപ്ലെസ് ആയി തോന്നി. വി ആർ വെൽ ഓഫ്, ബട്ട് വാട്ട് യൂസ് ഇസ് മണി വെൻ ഐ കനോട്ട് ബി ഇൻഡിപെൻഡന്റ്. ഞാനിപ്പോ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു ഡിപ്പെൻഡന്റ് ആയി ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പൈസ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നൗ ഐ ആം when I cannot be independent, what is the matter of having money എന്നുള്ള ചോദിക്കുന്നത്. I did not know what to answer. അവ continued. അങ്ങനെ എനിക്ക് സുധാമൂർത്തി ചിന്തിക്കുകയാണ്, എന്ത് പറയണം ഇതിന്, അമ്മമ്മയോട് എന്ത് പറയും. എന്തായാലും അവ കണ്ടിന്യൂ ചെയ്തു. I have decided I want to learn to Kannada alphabet from tomorrow onwards. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. I have decided, ഞാൻ തീരുമാനിച്ചു. പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ? എനിക്ക് കന്നഡ ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് നാളെ മുതൽ പഠിക്കണം എന്നുണ്ട്. ഐ വിൽ വർക്ക് വെരി ഹാർഡ്. ഐ വിൽ കീപ് സരസ്വതി പൂജ ഡേ ഡ്യൂറിങ് ദസറ ആൻഡ് ദസറ ആസ് ദ ഡെഡ് ലൈൻ. ഓക്കെ, ഞാൻ നാളെ മുതൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ സരസ്വതി പൂജ ഡേയിൽ എല്ലാം പഠിച്ചിരിക്കും എന്നാണ്. ദാറ്റ് ഡേ ഐ ഷുഡ് ബി ഏബിൾ ടു റീഡ് എ നോവൽ ഓൺ മൈ ഓൺ. ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡന്റ്. ആ ദിവസം ദസറ സരസ്വതി പൂജ ദിവസത്തിൽ ഞാൻ സ്വന്തമായി നോവൽ വായിച്ചിരിക്കും. എനിക്കും ഇൻഡിപെൻഡൻ്റ് ആവണം, സ്വതന്ത്രനാവണം. ഐ സോ ദ ഡിറ്റർമിനേഷൻ ഓൺ ഹർ ഫേസ്, യെറ്റ് ഐ ലാഫ്ഡ് അറ്റ് ഹർ. അവരുടെ മുഖത്തിലെ ആ ഒരു ഉറച്ച തീരുമാനം എനിക്ക് കാണാൻ പറ്റി. എന്നാലും ഞാൻ ചിരിച്ചു. അവ അറ്റ് ദിസ് ഏജ് ഓഫ് 62 യു വാണ്ട് ടു ലേൺ ദ ആൽഫബറ്റ്? ഓൾ യുവർ ഹെയർ ഇസ് ഗ്രേ, your hands are wrinkled, you wear spectacles, and you work so much in the kitchen. Okay, and childishly I made fun of the old lady, but she just smiled. Okay, എന്താണ് നമ്മുടെ ഈ കുട്ടി പറഞ്ഞത്? എന്താണ് അവയോട് പറയാണ്, ഈ ഒരു 62ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ആൽഫബറ്റ് പഠിക്കണം അല്ലേ? നിങ്ങളുടെ മുടിയെല്ലാം നരച്ചു പോയിരിക്കുകയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരമെല്ലാം ചുളിഞ്ഞിരിക്കുന്നു, നിങ്ങൾ കണ്ണാടയും വെക്കുന്നുണ്ട്, കിച്ചണിൽ ഒരുപാട് ജോലിയും ചെയ്യുന്നത്, നിങ്ങളാണോ ഇനി പഠിക്കാൻ പോകുന്നത്? ചൈൽഡിഷ്ലി, ഞാൻ വളരെ തമാശ രീതിയിലാണ് അവളത് ചോദിച്ചത്, നമ്മുടെ കഥാകാരി. ഓക്കെ, ഫോർ എ ഗുഡ് കോസ് ഇഫ് യു ആർ ഡിറ്റർമിൻഡ് യു ക്യാൻ ഓവർകം എനി ഒബ്സ്റ്റക്കിൾ. ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, ഐ വിൽ വർക്ക് ഹാർഡർ ദാൻ എനിബഡി, ബട്ട് ഐ വിൽ ഡു ഇറ്റ്. ഫോർ ലേണിംഗ് ദർ ഇസ് നോ ഏജ് ബാർ. ഫോർ ലേണിംഗ് ദർ ഇസ് നോ ഏജ് ബാർ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫ് ഇസ് എ ലേണിംഗ്. ലൈഫ് എന്ന് പറയുന്ന ജീവിതത്തിൽ പഠനം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഏജ് ദർ ഇസ് നോ ബാർ. ആക്ച്വലി നമ്മൾ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, അവരുടെ 60കളിലും 70കളിലൊക്കെ അവരിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആവണം നമ്മളും. The next day onwards, I started my tuition. Ava was a wonderful student. The amount of homework she did was amazing. She would read, repeat, write, and recite. So, അവര് പിറ്റേ ദിവസം നമ്മുടെ സുധാമൂർത്തി ട്യൂഷൻ ടീച്ചറായി മാറി. വളരെ നല്ല കുട്ടിയായിരുന്നു. എല്ലാ വർക്കുകളും ഹോംവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു. ഷീ വുഡ് റീഡ്, റിപ്പീറ്റ്, റൈറ്റ് ആൻഡ് റിസൈറ്റ്. ഐ വാസ് ഹർ ഓൺലി ടീച്ചർ ആൻഡ് ഷീ വാസ് മൈ ഫസ്റ്റ് സ്റ്റുഡൻറ്. ഞാൻ അവരുടെ ഒരേ ഒരു ടീച്ചറും അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ്റും ആരായിരുന്നു? ഈ അമ്മൂമ്മ, ഗ്രാൻഡ് മദർ ആയിരുന്നു, അവ. ലിറ്റിൽ ഡിഡ് ഐ നോ then
that one day I would become a teacher in computer science and teach hundreds of students. പക്ഷെ അവർ നമ്മുടെ കഥാകാരി തീരുമാനിച്ചു, ഒരു ചെറിയ കാര്യം അവർക്കറിയാം, ഒരു ദിവസം അവള് ഒരു കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ആവും, എന്നിട്ട് 100 കണക്കിന് സ്റ്റുഡൻസിനെ അവർ പഠിപ്പിക്കും. അപ്പോൾ നമ്മുടെ കഥാകാരിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ ആവാനാണ്. എന്നിട്ട് അവർ ഒരുപാട് കുട്ടികളെ 100 കണക്കിന് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ആഗ്രഹം. അങ്ങനെ ദ ദസറ ഫെസ്റ്റിവൽ കെയിം ആസ് യൂഷ്വൽ. Secretly, I bought Kashi Yatre, which had been published as a novel by that time. My grandmother called me to the puja place and made me sit down on a stool. She gave me a gift of frock material. Then she did something unusual. ഓക്കെ, ഇതുവരെ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചാൽ, അങ്ങനെ ദസറ ദിവസം വന്നപ്പോൾ നമ്മുടെ കഥാകാരി രഹസ്യമായി കാശിയാത്ര എന്ന് പറയുന്ന മുഴുവൻ കഥയും ഉൾപ്പെടുന്ന നോവൽ കയ്യിൽ വാങ്ങി വെച്ചിരുന്നു. അങ്ങനെ ഗ്രാൻഡ് മദർ കഥാകാരിയെ വിളിക്കുകയാണ്. അത് പൂജയുടെ എന്തോ ഒരു സ്പെഷ്യൽ സാധനം, എന്തോ ഗിഫ്റ്റ്, ഒരു ഫ്രോക്ക് മെറ്റീരിയൽ എന്തോ വാങ്ങിയിട്ടുണ്ട്. Then she did something unusual, something ഒരു തികച്ചും വ്യത്യസ്തമായ something. She bent down and touched my feet. I was surprised and taken aback. ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയി. ചെറിയ കുട്ടി, 12 വയസ്സുള്ള 12 വയസ്സല്ലേ മൂക്കുള്ളത് കുട്ടി, ഒരു 62 വയസ്സുള്ള അമ്മൂമ്മ 12 വയസ്സുള്ള കുട്ടിയുടെ കാല് തൊട്ട് വന്ദിക്കുക. എന്താ ഇത്, ഹൈ. അപ്പൊ പെട്ടെന്ന് ടേക്കൺ അബാക്ക് എന്ന് സർപ്രൈസിംഗ്ലി ബൈ സംതിങ്, അങ്ങനെ പെട്ടെന്ന് പിന്നെ സർപ്രൈസ്ഡ് ആയി പോയി. ഒന്ന് ബാക്കോട്ട്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? എൽഡേഴ്സ് നെവർ ടച്ച് the feet of youngsters. We have always touched the feet of God, elders and teachers. പറഞ്ഞു, എൽഡേഴ്സ് ഒരു കാരണവശാലും ചെറിയ മക്കളുടെ കാല് തുടരുത് എന്ന് പറഞ്ഞു. വി കൺസിഡർ, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു വെപ്പ്. We consider that as a mark of respect. It is very important, right? It is that Indian culture ആണ്. It is a great tradition, but today the reverse had happened. It was not correct. ഇന്ന് സംഭവിച്ചത് തികച്ചും ഓപ്പോസിറ്റ് ആണ്. കാരണം ഈ കുട്ടി അമ്മൂമ്മയുടെ കാല് തൊട്ട് വന്ദിക്കുന്നതിന് പകരം അമ്മൂമ്മ കുട്ടിയുടെ കാല് തൊട്ട് വന്ദിച്ചു. സോ she said, I am touching the feet of a teacher, not my granddaughter. A teacher who taught me so well, with so much of affection, that I can read any novel confidently in such a short period. അപ്പോൾ അത് മനസ്സിലാക്കുക, ഞാൻ ടച്ച് ചെയ്യുന്നത് ഒരു എൻ്റെ ടീച്ചറുടെ, എൻ്റെ ആദ്യത്തെ ടീച്ചറിൻ്റെ കാൽപാദങ്ങളിലാണ്, എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൻ്റെ കാൽപാദത്തിലല്ല. ഇപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് നോവൽ മുഴുവൻ വായിക്കാൻ പറ്റും. ഓക്കെ, ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. സോ അതാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യൻ കൾച്ചർ പ്രകാരം ടീച്ചർ, മാതാപിതാ, ഗുരു, ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ്, ടീച്ചേഴ്സിനെ അത്രത്തോളം ബഹുമാനിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ടീച്ചേഴ്സിൻ്റെ ബഹുമാനം, ടീച്ചേഴ്സിനോടുള്ള ബഹുമാനം എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. Now I am independent. ഇപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. It is my duty to respect the teacher. Okay, it is my, and is it not written in our scriptures that a teacher should be respected irrespective of the gender or any age? അതാണ് ഒരു ടീച്ചർ എന്തായാലും റെസ്പെക്ട് ചെയ്യപ്പെടണം. ഇറസ്പെക്റ്റീവ് എന്ന അർത്ഥമാണ്. അത് ഏജിന്റെ വ്യത്യാസത്തിലോ ജെൻഡറിന്റെ വ്യത്യാസത്തിലോ ഒന്നും അല്ല. ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിവ് നൽകുന്ന ആരാണോ അവരെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. So I did return her namaskara to her by touching her feet and gave my gift to my first student. She opened it and read immediately the title Kashi Yatre by Triveni and the publisher's name. I knew then that my student had passed with flying colors. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് അവർ കൈമാറുന്നു. തൻ്റെ ഗിഫ്റ്റ്, ആ ബുക്ക് കാശിയാത്ര എന്ന പുസ്തകം കൈമാറുകയും I knew that my student had passed with flying colors. Flying colors ഇതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. അവള് അമ്മൂമ്മ നല്ല സക്സസ്ഫുള്ളി പാസ്സായി എന്നുള്ളതാണ്. ഓക്കെ, സോ that is all about the story of Sudhamurthy. Okay, written by Sudhamurthy. ഇനി കുറച്ച് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആണുള്ളത്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, സോ if you are first time in the channel, you can subscribe my channel and I will upload more videos.
ഈ 9th എല്ലാ ചാപ്റ്റേഴ്സും വീഡിയോസ് ആക്കിയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.